ഇസ്രായേലിൻ്റെ സാമ്രാജ്യ ലക്ഷ്യം ആരംഭിച്ചതായി ഇറാൻ പ്രസ്താവിച്ചു. വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയോടുകൂടിയാണ് ഈ വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ട് ഇറാൻ ആധികാരികമായി ചില പ്രസ്താവനകൾ പുറത്തുവിട്ടത്. അവർ പറയുന്നു, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ അത് നിസ്സാരമായിട്ട് കാണേണ്ട വിഷയങ്ങളല്ല. അതിന് ചരിത്രപരമായിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ മുൻപും കുടിയേറ്റങ്ങളും പാലസ്തീനെ കുടിയിറക്കുന്നതും അറസ്റ്റും വെടിവെപ്പും പലതും നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അതിനൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയാണ്. കൂട്ടത്തോടു കൂടി സംഘം ചേർന്നുകൊണ്ട് വെസ്റ്റ് ബാങ്ക് കീഴടക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ പൂർണ്ണമായി വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി എന്നാണ് ഇറാൻ പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളും തെളിവുകളും. ഇതിനു മുൻപ് ഇസ്രായേൽ വ്യത്യസ്ത അറബ് രാജ്യങ്ങളിൽ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെയൊക്കെ വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ പറയുന്നത്. നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഓരോ അറബ് രാജ്യത്തിനും യഥാർത്ഥത്തിൽ ചെറിയ ഭയപ്പാടുണ്ട്. ആ ഭയപ്പാട് പ്രകടമാക്കാനും അതോടൊപ്പം മുഖ്യ ശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള ധൈര്യം അവർക്കില്ലാതെ പോകുന്നു. ഇനി നാളെ വരാൻ പോകുന്നത് അവർക്ക് നേരെയാണ് എന്നുള്ളത് പോലും അവർ ഓർക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു അവലോകനം നടത്തുന്ന സമയത്ത് ഈ മേഖലയിൽ സിറിയ ഏറെക്കുറെ പൂർണ്ണമായി തകർന്നിരിക്കുന്ന സ്ഥിതിയാണ്. അവിടുത്തെ ഒരു ഭരണാധികാരിയെ പുറത്താക്കാൻ വേണ്ടി ഇസ്രായേലിനോടൊപ്പം പല മുസ്ലിം രാജ്യങ്ങളും ചേർന്നിട്ടുണ്ട്. ആ രാജ്യങ്ങൾ പിന്നീട് ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യമാണ് അറേബ്യൻ മേഖലയിൽ സുരക്ഷിതത്വം എന്ന് ചോദിച്ചാൽ ആർക്കും ധൈര്യസമേതം ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. UN സഭയിൽ കഴിഞ്ഞ വർഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ചില വാക്യങ്ങളും വാചകങ്ങളും അത് ഭാവിയിൽ യാഥാർത്ഥ്യമാകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൃത്യതയോടുകൂടി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമാണ്, ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ബൈബിളിലെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സംസാരിച്ചതും ഇപ്പോൾ ഇത് ഇറാൻ സംസാരിച്ചതോടനുബന്ധിച്ച് തന്നെ അവർ വിട്ടിരിക്കുകയാണ്. കാര്യം ഗസയുടെ ഭാഗങ്ങൾ അതേപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങൾ ദൈവം തങ്ങൾക്ക് നൽകിയതാണ്. അതിൻ്റെ അവകാശം തങ്ങളാണ്. മറ്റുള്ളവരെ അവിടെ ഇല്ലാതാക്കണം. ഇതാണ് തങ്ങളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേൽ പറഞ്ഞത്. അതിൻ്റെ ഒരു പുനരാവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്ത് നിങ്ങൾ നോക്കൂ, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2 പ്രാവശ്യം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. എന്നാൽ ഏതെങ്കിലും തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രയാസം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് കാണാൻ പോലും സാധ്യമല്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു ഭരണാധികാരി ലോക സഞ്ചാരം നടത്തുന്നത്. ഈ അറസ്റ്റ് വാറണ്ടിന് ശേഷം എത്ര രാജ്യങ്ങൾ ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതേ പ്രസ്താവ്യം അല്ലെങ്കിൽ ഇതേ വിധി ഒരു മുസ്ലിം രാജ്യങ്ങൾക്കോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കോ നേരെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് വന്നതെങ്കിൽ ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ലോക യുദ്ധം അമേരിക്ക ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇരട്ട നീതിയാണ് ഇവിടെ നടക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് അവരുടെ നയനിലപാടുകളും അല്ലെങ്കിൽ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വിധി പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ചവിട്ട് കൊട്ടയിൽ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത്.
ഇപ്പോൾ ഇറാൻ ചോദിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, 165ഓളം രാജ്യങ്ങൾ പാലസ്തീനെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളാണ്, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി അടക്കം ഉള്ള രാജ്യങ്ങൾ, 1-2 ലോകയുദ്ധത്തിൽ പങ്കെടുത്ത പരമാവധി രാജ്യങ്ങളെല്ലാം പാലസ്തീനെ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ അതിൻ്റെ എന്ത് ഗുണമാണ് പാലസ്തീനുള്ളത്? ഞങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ആ കരാർ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനയോടോ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം അതുകൊണ്ടൊരു ഗുണമില്ല. വെസ്റ്റ് ബാങ്ക് പോലും തങ്ങൾ പിടിച്ചടക്കുമെന്നും തങ്ങളുടെ രാജ്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കുമെന്നും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പരസ്യമായിട്ട് പ്രസ്താവിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 1967 അറബ് ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്നതിൻ്റെ മുൻപ് ഈ വെസ്റ്റ് ബാങ്ക് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് പോലെ പ്രവർത്തിച്ച ഏരിയയാണ്. ഒരു കുടിയേറ്റം പോലും അവിടെ നടന്നിട്ടില്ല. 2025 കണക്ക് പ്രകാരം ഏകദേശം നോക്കുമ്പോൾ 7 ലക്ഷത്തോളം ജൂത വിഭാഗം ഈ വെസ്റ്റ് ബാങ്കിൽ കുടിയേറിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒതുക്കാനോ നിയന്ത്രിക്കാനോ ഇത് തെറ്റാണെന്ന് പറയാനോ ലോകത്ത് ആരുമില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അതുകൊണ്ട് അവരെന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. യുദ്ധനീതി പാലിക്കാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. ലോകത്ത് ഒരു നീതി വ്യവസ്ഥയുണ്ട്. യുദ്ധസമയത്ത് ചെയ്യേണ്ട മര്യാദകളുണ്ട്, യുദ്ധാനന്തരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, യുദ്ധത്തിൽ ശത്രുപക്ഷത്തിനെ പിടിക്കപ്പെട്ടാൽ ചെയ്യേണ്ട മതപരമായിരിക്കുന്ന നിയമമുണ്ട്, അതോടൊപ്പം തന്നെ രാജ്യാന്തര നിയമമുണ്ട്. എല്ലാം ധിക്കരിച്ചു. സ്ത്രീകളും കുട്ടികളും ഉള്ളിടത്ത് ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ള നിയമവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗസ യുദ്ധത്തിൽ മരണപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ്. അവിടെ ഉപയോഗിക്കപ്പെട്ട ഏകദേശം 85% ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമാണ്. ബ്രിട്ടൻ്റെതുണ്ട്, ഫ്രാൻസിൻ്റെതുണ്ട്, ഇസ്രായേലിൻ്റെ നിർമ്മിതമുണ്ട്, ഒരുപാട് നിർമ്മിതികളുണ്ട്. എന്നാൽ കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടേതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഫലസ്തീനികളെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് ആയുധം കൊടുത്ത് പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്നത് സത്യം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഗസ ഏറെക്കുറെ തകർന്നിരിക്കുന്നു. ചെറിയ തകർച്ചയൊന്നുമല്ല, മഹാ തകർച്ചയാണ്. 2ാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ട ആണവ സ്ഫോടനത്തിൽ തകർന്ന ഈ നഗരത്തേക്കാൾ ഭീകരമായ രീതിയിൽ തകർന്ന പ്രദേശങ്ങൾ ഗസയിലുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. മരിച്ചവരെക്കാണ് മരണതുല്യരായി ജീവിക്കുന്ന 10,000 ഗസയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം. ലോകത്തിന് ഇത് അറിയാവുന്നതാണ്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോകത്തിന് അറിയാവുന്നതാണ്. അറിയാത്ത സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. എന്നാൽ കുറ്റമറ്റ മൗനമാണ് ലോകം ഇപ്പോൾ കാണിക്കുന്നത് എന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഈ നൂറ്റാണ്ടിൻ്റെ മുഖത്ത് നിന്ന് പട്ടിണി കിടത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ അങ്ങനെ തന്നെ കൊലപ്പെടുത്തുമ്പോൾ അത് അരുത് എന്ന് പറയാൻ ലോകത്ത് ആളില്ല എന്ന് പറയുന്നത് പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. 6-ാം നൂറ്റാണ്ടിലല്ല, 18-ാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ. ലോകത്തിൽ ഏറ്റവും വലിയ സാങ്കേതിക ശാസ്ത്ര മുന്നേറ്റങ്ങൾ നടക്കുന്ന കാലം. ഓരോരോ ദിവസവും പുതിയ പുതിയ സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ ദാരിദ്ര്യം ലോകത്തുനിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. വളരെ അപൂർവമായിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ദാരിദ്ര്യം ഉള്ളത് എന്നുള്ളതാണ് UN സഭയുടെ തന്നെ അല്ലെ UN സംവിധാനത്തിൽ തന്നെ കണക്ക് സൂചിപ്പിക്കുന്നത്. അവിടേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകാൻ വേണ്ടി മറ്റു ലോക രാജ്യങ്ങൾ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ ഭക്ഷണം നൽകിയിട്ടും അത് പട്ടിണി കിടക്കുന്നവരിലേക്ക് എത്തിക്കുന്നത് തടയപ്പെടുന്ന സൈനിക ബലത്തെ പ്രതിരോധിക്കാൻ ലോകം തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മുൻപത്തെ പോലെയുള്ള ഐക്യവും ഏകോപനവും മുസ്ലിം രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയാം. പരസ്പരം മുസ്ലിം രാജ്യങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന പ്രവൃത്തി എല്ലാ കാലത്തും ഇസ്രായേലും
യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചെയ്യാറുണ്ട്. ഇസ്രായേൽ പരസ്യമായ രീതിയിൽ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ രഹസ്യമായ രീതിയിൽ ഈ അമേരിക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അമേരിക്ക അത് വളരെ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്യും. പല സംഭവങ്ങളും നമുക്കതിന് ഉദാഹരണം വെച്ച് പറയാൻ പറ്റുന്നതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധം, അത് ചരിത്രത്തിൽ വളരെ നിർണായകമാക്കപ്പെട്ട ഒരു യുദ്ധമാണ്. ഇസ്രായേലിന് അടിത്തറ പാകപ്പെട്ട യുദ്ധമാണ്. 48 സ്വാതന്ത്ര്യം, ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തെക്കാൾ അവരുടെ ശക്തിയെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചത് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ്. ആ യുദ്ധത്തിന് ശേഷം ജോർദാൻ്റെ കൈവശത്തിലുള്ള വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള ഗസ പിടിച്ചെടുത്തു, സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ കുന്ന് പിടിച്ചെടുത്തു, ലെബനാൻ്റെ ഭാഗത്തുനിന്നും ഭൂമി പിടിച്ചെടുത്തു. എന്നാൽ ലെബനാൻ നിരന്തരം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിൽ പൊറുതിമുട്ടി ഏകദേശം 65% ലെബനാൻ്റെ ഭൂപ്രദേശം പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. സിറിയക്കോ ജോർദാനോ ഈജിപ്തിനോ അത് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ യുദ്ധത്തിന് ശേഷം പിന്നീട് ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നതാണ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അത് ജോർദാനും ഈജിപ്തും അങ്ങനെ തന്നെയായിരുന്നു. അതിനെ പോരാടി പിടിച്ചു നിന്നത് ഒന്ന് ലെബനാനാണ്, മറ്റൊന്ന് സിറിയയാണ്. പിന്നെ ആ യുദ്ധത്തിൽ സഹകരിച്ച രാജ്യം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ പിന്നെ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടാത്ത രാജ്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യങ്ങൾ രഹസ്യമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സുഹൃത്ത് രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്. അവരുമായിട്ട് ഉടക്കാൻ താല്പര്യമില്ലാത്ത രാജ്യമാണ്. അവരുമായി സഹകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഒരു പരിധിവരെ ശരി എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാര്യം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായി. ഇപ്പോഴത്തെ അല്ല, ആദ്യത്തെ യുദ്ധം. 3 ഘട്ടത്തിൽ യുദ്ധം നടന്നു. അത് സിറിയയിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് തകർത്ത് 11ഓളം ആളുകളെ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. 100-ലധികം മിസൈൽ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിടുകയും ചെയ്തു. 300 മിസൈൽ എന്ന് പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ. ഇതിലേകദേശം 100ഓളം മിസൈലുകൾ, അല്ലെങ്കിൽ 100-ലധികം മിസൈലുകളും ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് തടയപ്പെട്ടു എന്നുള്ളതാണ്. അത് ഇറാന് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കി. പിന്നീട് ഇറാൻ ഒരു പ്രസ്താവന ഇറക്കി. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമിക്കുന്നത് ഏതെങ്കിലും രാജ്യം തടയുകയോ അല്ലെങ്കിൽ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സഹായം നൽകുകയോ ചെയ്യുന്ന ഏതൊരു രാജ്യത്തെയും ആ രാജ്യത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ആരാണോ ആക്രമിക്കുന്നത്, ആരാണോ ഞങ്ങളെ പ്രതിരോധിക്കുന്നത്, അവർ തങ്ങളെ ശത്രുവായിട്ട് കാണുകയും അവർക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ വിഷയം വന്നപ്പോൾ ജോർദാൻ ആകപ്പാട് പേടിച്ചുപോയി. ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് 3 പ്രാവശ്യമെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് സമന്വയത്തിലെത്താൻ വേണ്ടിയിട്ട് പോയി എന്ന റിപ്പോർട്ട് അന്നൊക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന തരത്തിൽ. അപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയം, യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ നിർണായകമായിരിക്കുന്ന പങ്ക് വഹിക്കാൻ പറ്റിയ രാജ്യത്തിൻ്റെ പേര് ഈജിപ്ത് എന്നാണ്. ഈജിപ്ത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടത്തിയ പരമാവധി യുദ്ധത്തിലെല്ലാം ഒരു പക്ഷം ഈജിപ്തായിരുന്നു. വലിയ സൈനിക ബലവും വലിയ സൈന്യ ശക്തിയും അന്നും ഇന്നും ഈജിപ്തിലുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണ സംവിധാനം, ഭരണകൂടം ഫലസ്തീനൊപ്പം 100% ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന അമേരിക്കൻ നയ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളിലും ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. ഇത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഗസയ്ക്ക് നേരെ, അതായത് 2 തരം അതിരുകൾ ഗസയുമായിട്ട് ഈജിപ്തിൻ്റെ ഭാഗത്തുണ്ട്. ഒന്ന്
ഈജിപ്ത് ഗസ അതിർത്തി, 2 ഗസ ഇസ്രായേൽ അതിർത്തി. ഗസ ഇസ്രായേൽ അതിർത്തിയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്ന റൂട്ട് പോലെയുള്ള വലിയ സൗകര്യമുള്ള പാത. ഈജിപ്തിൻ്റെയും ഗസയുടെയും അതിർത്തിയിൽ ആളുകൾക്ക് പോകാൻ സൗകര്യമുള്ള രീതിയിലൊരു നടവഴി പോലെയുള്ള ഒരു പാതയാണ്. ഒറ്റപ്പെട്ട വാഹനങ്ങൾ അതിലൂടെ പോകാൻ പറ്റും. എന്നാൽ ഈജിപ്തിൻ്റെയും ഗസയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശം പോലും യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പിടിച്ചെടുത്ത സമയത്ത് ഇത് വിട്ടു തരണമെന്ന് യഥാർത്ഥത്തിൽ ഈജിപ്ത് പറഞ്ഞിട്ടില്ല. ഈജിപ്ത് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അവർ പരിശോധിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒരു റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ ഈജിപ്ത് എന്തുകൊണ്ട് പറയുന്നില്ല? അങ്ങനെ അവിടെ അടക്കപ്പെട്ടത് കൊണ്ടും അതിൻ്റെ അധികാരം ഇസ്രായേൽ ഏറ്റെടുത്തത് കൊണ്ടും തങ്ങൾക്ക് വിരോധമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഫാലസ്തീന് എതിരെ ഇസ്രായേലിൻ്റെ നടപടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അമേരിക്കയുടെ തന്ത്രം, അമേരിക്കൻ 2-3 തന്ത്രങ്ങൾ ഈ യുദ്ധവുമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് ചെങ്കടൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ചെങ്കടൽ കീഴടക്കിയാൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം കപ്പലുകൾ സഞ്ചാരം നടത്തുന്ന പാത എന്ന് പറഞ്ഞാൽ ചെങ്കടൽ പാതയാണ്. അത് ഷോർട്ട് വേ ആണ്. അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കെല്ലാം പെട്രോളിയമായിട്ട് വരുന്ന കപ്പലുകൾ ചുറ്റിത്തിരിഞ്ഞ് വരേണ്ടി വരും. അതായത് ആഫ്രിക്കൻ കടലിലൂടെ വരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വലിയ സാമ്പത്തിക ചെലവും സമയനഷ്ടവും ഉണ്ടാവും. മാത്രമല്ല ഈ മേഖലയിൽ കള്ളന്മാരുടെ ശല്യവും ഉണ്ടാവും. അപ്പോൾ അവർ കപ്പൽ തട്ടിക്കൊണ്ടുപോയേ മറ്റെന്തെങ്കിലും ഈ ജീവനക്കാരെ ബന്ദികളാക്കി വെക്കുകയോ ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരുപാട് സമയവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ട് യുദ്ധമായ സമയത്ത് വളരെ എളുപ്പത്തിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ സൈനിക ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് ഈ മേഖല കീഴടക്കാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയും അമേരിക്ക വലിയ ശ്രമങ്ങൾ നടത്തി. പിന്നീട് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി 2ാം ഘട്ട ശ്രമം നടത്തി. പരാജയമായിരുന്നു. അതിൻ്റെ കാര്യം യമനാണെങ്കിലും ഗസയാണെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വിധം ഇവരുടെ കൈവശത്തിൽ നൂതന ആയുധങ്ങളുടെ കലവറ അല്ലെങ്കിൽ അത്രയും വലിയ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ ശ്രമിച്ചിട്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം തന്നെ നമുക്ക് ഗസയിൽ നോക്കാം. 2 വർഷം അവർ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ ഹമാസിൻ്റെ ബങ്കറുകൾ കണ്ടെത്താനോ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ബന്ദികളെ മോചിപ്പിക്കാൻ പോലും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രയും വലിയ നാണക്കേടാണ് അവർ അനുഭവിക്കുന്നുള്ളത് എന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാഹചര്യ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ കരാറുണ്ടായതോടുകൂടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് 20 ജീവനുള്ള ബന്ദികളെയും പുറത്തിറക്കി. ഇസ്രായേലിൻ്റെ സൈന്യം നടന്നു പോകുന്ന പാതക്ക് അടിഭാഗത്ത് പോലും ബങ്കറുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെയാണ് ഈ ബന്ദികൾ ഉള്ളത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളെല്ലാവരും സ്വപ്നത്തിലാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണർവിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമായിട്ടുണ്ട്. ശത്രു നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട്. ഏത് നിമിഷം ആക്രമിക്കപ്പെട്ടേക്കാം. അതിനെ പ്രതിരോധിക്കേണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാ കാലത്തും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവരൊരു കാലത്ത് ശത്രുവായി വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരും. അതിൻ്റെ കാര്യം, അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയാണെങ്കിൽ തൊട്ട് പിറകെ അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെയും അമേരിക്ക പറഞ്ഞേക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. അതിൻ്റെ 2 രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് അവർ വിൽപ്പന നടത്തിയിരിക്കുന്ന ഏതെങ്കിലും സംവിധാനം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമോ അതല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനമോ അതിന് ഓപ്പറേഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന രീതിയിലാണ് പ്രവൃത്തി ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം. അതിന് ആളുകൾ പിറകെ വരും, എന്നിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ വസ്തുക്കൾ, വിൽപ്പന നടത്തപ്പെട്ട വസ്തുക്കൾ സൗദി അറേബ്യയുടെ ഏത് ഭാഗത്താണ് അവർ സൂക്ഷിക്കുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കും. അത് പബ്ലിക്കായിട്ടൊന്നും വിടില്ല. അതിൻ്റെ കാര്യം, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന് ആകെ ഭയപ്പാടുള്ള കാര്യം, തങ്ങളുടെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ജനങ്ങളുടെ സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ടും എത്രത്തോളം ആയുധങ്ങളും സൈനികരും പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യാന്വേഷണ വിഭാഗം തങ്ങൾക്കുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് അറിയാവുന്നതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം.
ഇപ്പോൾ ഇന്ത്യയെ നോക്കുന്ന സമയത്ത് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളെ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കൈവശത്തിൽ എത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയില്ല. കാര്യം ആയുധം നിർമ്മിക്കാനും അത് സൂക്ഷിക്കാനും പര്യാപ്തത നേടിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നതിനാൽ അത് അമേരിക്കക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. ചൈനയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അറബ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് വളരെ വൈകാരികപരമായ രീതിയിൽ ഇറാൻ സംസാരിക്കുന്നു. അതിൻ്റെ കാര്യം ഈ അറബ് രാജ്യങ്ങളിൽ എത്രത്തോളം സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ട് എന്നുള്ളതും എവിടെയാണിത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ്. ഒരു കാലത്തും അമേരിക്കയുമായി തെറ്റാതിരിക്കാനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ഈ ഈ ഈ വിഭാഗങ്ങളെല്ലാം, അത് പ്രത്യേകിച്ച് ഇസ്രായേൽ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു ഏകോപന ഐക്യങ്ങളുണ്ട്. അറബ് ലീഗൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ യോജിച്ച് നിൽക്കാറില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്തു, 2 വർഷമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര അറബ് രാജ്യങ്ങൾ അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നു. അവരുടെ രാജ്യവും അവരുടെ സ്വത്തും അവരുടെ സമ്പത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തകർച്ചയോ പ്രയാസമോ ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് അവർ യുദ്ധത്തെ തന്നെ അഭിമുഖീകരിക്കുന്നത്. ഇത് വലിയ ദുരന്തമാണ്, വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം തിരിച്ചടികൾ ശക്തമായ രീതിയിൽ ഇപ്പോൾ ഈ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട്, വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. യമനും അങ്ങനെ തന്നെയാണ്. സിറിയയിലും ആദ്യഘട്ടത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു, അവരുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇറാനിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി, തിരിച്ചടി ശക്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൊണ്ട് ഇറാൻ മാറി നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ യുദ്ധം മുൻപിൽ ശക്തമായ രീതിയിൽ ആയുധങ്ങളോട് കൂടി പോരാടേണ്ടത് ഇറാനാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാജ്യങ്ങളും 1 മണിക്കൂർ കൊണ്ട് അമേരിക്ക പ്രതിരോധം തീർത്താൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അമേരിക്ക തന്നെ മനസ്സിലാക്കുക. അതിനനുസരിച്ച തന്ത്രങ്ങളാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക പ്രയോഗിക്കാറുള്ളത്. ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങളുടെ മുറ്റത്ത് അവരുണ്ട്, അത് വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവർ തുരത്തണം. അതിനെന്ത് ചെയ്യണം? ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളുമായിട്ട് സഹകരിക്കണം. അങ്ങനെ അല്ലാത്ത സ്ഥിതി വരുന്ന സമയത്ത് ഇത് അവനവൻ്റെ നേരെ തന്നെ ഇത് തിരിഞ്ഞു വരാൻ ഇനി ഒരുപാട് സമയമില്ല എന്നുള്ളതാണ്. കൃത്യമായിരിക്കുന്ന പ്ലാൻഡ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ജോർദാനും ഈ ലെബനാനും അതേപോലെ സിറിയയും ഈജിപ്തുമെല്ലാം തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. വിശാല ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളെല്ലാം ഞങ്ങളുമായിട്ട് സഹകരിക്കണം, ഞങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. ഗവൺമെൻറ് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കപ്പെടുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചുരുക്കം. അപ്പോൾ ഈ തരത്തിൽ ഈ അതിശക്തമായിരിക്കുന്ന പ്രവർത്തനം, അവനവൻ്റെ തല വെട്ടാൻ വേണ്ടി വാളോങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇസ്രായേൽ മൗനത്തിലിരിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇസ്രായേലിലെ അറബ് രാജ്യങ്ങൾ. അപ്പോൾ അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടി ഇസ്രായേലിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള സംവിധാനം കൊണ്ടുവരാത്തിടത്തോളം കാലം എല്ലാ കാലത്തും അതിൻ്റെ പരിണിത ഫലം അറബ് രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ ലോകം ഞെടുങ്ങിപ്പോയിരിക്കുന്ന ഒരു ആക്രമണം. സംഭവം 6 പേരെ മരണപ്പെട്ടിട്ടുള്ള വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റേതായിരിക്കുന്ന വലിയ ഗൗരവങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അമേരിക്ക ഈ കാര്യത്തിലൊക്കെ മൗനം പാലിച്ചു എന്ന് പറയുന്നത് അത് അതിനേക്കാൾ വലിയ വിഷയമാണ്. കാര്യം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കരാർ പത്രം അമേരിക്കയും ഖത്തറും തമ്മിലുണ്ട്. അതിനൊക്കെ അവഗണിച്ചുകൊണ്ടും ലംഘിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത്. അത് അമേരിക്കക്ക് അറിയാമായിരുന്നു, എന്നിട്ട് പോലും അമേരിക്ക പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആരെയാണ് വിശ്വസിക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം, ഇറാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ സംഘടിക്കാത്തിടത്തോളം കാലം നിങ്ങളെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, കാരണം ഇറാൻ എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശത്രുവാണ്. അപ്പോൾ അവരെ ഏത് തരത്തിൽ ഒതുക്കാൻ പറ്റും എന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് തങ്ങൾ ആയുധങ്ങളുടെ മിനുക്ക് പണികളൊക്കെ നടത്താറുള്ളത്. പക്ഷേ അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല. മണിക്കൂറുകൾക്കകം എങ്ങനെയായിരുന്നോ ഇറാഖ് കുവൈറ്റ് പിടിച്ചടിക്കിയത്, ആകെ 2 മണിക്കൂർ മാത്രമാണ് സമയം വേണ്ടി വന്നത് ഒരു രാജ്യം കീഴടക്കാൻ വേണ്ടി. അതിൻ്റെ കാര്യം
ആ ഭാഗത്തുള്ള രാജ്യത്തിലെ സൈനികർ അതിശക്തരായിരുന്നു. ഈ സദ്ദാമിൻ്റെ സൈനികർ അതിശക്തരായിരുന്നു. കുവൈറ്റിൻ്റെ സൈനികർക്ക് ശക്തി പോരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി. കുവൈറ്റിൻ്റെ പോരാളികൾക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൂട്ടേണ്ടത് ആരാണ്? ആ ഗവൺമെൻറ്റാണ്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഒറ്റപ്പെട്ട യുദ്ധം കൊണ്ട് ഇസ്രായേലിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ മാത്രമല്ല, കൂടെ അമേരിക്കയുമുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും ഒതുക്കുക എന്ന് പറയുന്ന സമയത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഏതോ വിധം നടക്കുന്നതാണ്. അതെന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന പ്രസക്തമായിരിക്കുന്ന ചോദ്യം. ഏതായിരുന്നാലും ഇറാൻ ഇത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവനവൻ്റെ മുറ്റത്ത് ശത്രുപക്ഷം എത്തിയിരിക്കുന്നു. ഇനി വീട്ടിലേക്ക് കയറാൻ ഒരുപാട് സമയമെടുക്കുകയില്ല. പ്രതിരോധിക്കാൻ ധൈര്യമുണ്ടെങ്കിലും പ്രതിരോധിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു യോജിപ്പിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഈ വിഷയത്തിൻ്റെ അഭിപ്രായങ്ങൾ അവസാനിപ്പിക്കുന്നത്.